കണ്ടപ്പോഴേക്ക് തലയെക്കെട്ട് പിടിച്ച് സെറ്റാക്കാൻ തുടങ്ങി ഞങ്ങൾ. ഏറെക്കുറെ ഓക്കെയായി. രാവിലെ തന്നെ തൊപ്പിയും തലയെക്കെട്ടും എടുത്ത് സെറ്റാക്കി കെട്ടി. സംഭവം പെർഫെക്റ്റ് ആയി. അങ്ങനെ രാവിലെ പെരുന്നാൾ നിസ്കാരം തുടങ്ങാൻ ടൈമായി. നിസ്കാരത്തിന്റെ രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് ഹുത്തുബ കഴിഞ്ഞ് തലയാട്ടിന്ന് പിരിയുന്നതായിക്കൊണ്ടൊരു വിടവാങ്ങൽ പ്രസംഗവും പിന്നെ എല്ലാവരെയും മുസാഹഫത്ത് ചെയ്ത് ചെറിയ പെരുന്നാൾ ആശംസകൾ കൈമാറി. സർപ്രൈസ് ആയിട്ട് കിട്ടിയ ചെറിയ പെരുന്നാൾ അതിനല്ലോ. പിന്നെ ഫോട്ടോ സെഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഖബർ സിയാറത്ത്. അവിടുന്ന് ഞങ്ങൾ പിന്നെ പിരിഞ്ഞു. ഇനി ഓരോ ആളുകളുടെ വീട്ടിലേക്ക് പോകണം. ബാസിദുസ്ഥാന്റെ വീട്ടിൽ പോയി. പിന്നെ നമ്മളെ നിബ്രാസിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോയി. അവിടുന്ന് റാഷിന്റെ തള്ളും അലിന്റെ ചിരിയും കൂടി ഇങ്ങോട്ട് കണ്ടപ്പോൾ വളരെ ഹാപ്പി. ഫർഹാന്റെ അവിടെ അലിക്ക് വെള്ളം കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് റഷീഖാവേം കൊണ്ടു കൊടുത്തു. ഇനി ദിൽഷാദിന്റെ അടേക്ക് ബാസ് തന്നപ്പോഴേക്ക് കുഞ്ഞനാട്ടുണ്ടോന്നീനു. പിന്നെ ഞങ്ങളെല്ലാവരും പോയത് ആദിലിന്റെ പുരയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അലിന്റെ കോമഡി എണ്ണുള്ളത്. അതിന്റെ ഇടയിൽ ദിൽഷാദ് മക്കളെ സ്വീപ്പാക്കാണ്. അന്നപ്പോഴേക്ക് റാഷി ചെറുതിനെ രക്ഷിച്ച്. അങ്ങനെ തലയാടുന്ന നേരെ വീട്ടിലേക്ക്. അഫിമോനുപ്പനെ കാത്തു നിൽക്കുന്നു. ഓടി റോഡുമലേക്ക് ഇങ്ങോട്ട് വന്നു. ഒന്ന് പേടിച്ച്. പിന്നെ ഞാൻ വേഗം അവനോട് വേഗം മേലോട്ട് കയറാൻ പറഞ്ഞു. വമ്പമ്മോ വേഗം പുരയിലേക്ക് കയറി. അന്നപ്പോഴേക്ക് ജുമാന്റെ ടൈമായി. നേരെ ബാലുശ്ശേരിയിലേക്ക്. കിടക്കട്ടെ